അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബെഡ് വാറായിട്ടാണ് വന്നിട്ടുള്ളത്. ബെഡ് വാർ 116 പേര്. ഇന്ന് നമുക്കൊരു ചേഞ്ചിന് വേണ്ടി ഡബിൾസിലേക്ക് കയറാം അല്ലേ. ഏറ്റവും കൂടുതലായിട്ടാണ് കയറുന്നത് ഡബിൾസ്. സ്ക്വാഡ് കളിച്ചതിന് ശേഷം നമുക്ക് ഒരു മാച്ച് സ്ക്വാഡും ഒരു മാച്ച് ഡബിൾസും ഒരു മാച്ച് സോളോയും നമുക്ക് കളിക്കാം. ഓക്കെ, അതൊക്കെയാണ്. പിന്നെ മാപ്പ് നമുക്ക് ഫിയർലെസ് കൊടുക്കാം. പിന്നെ എൻ്റെ സ്കിന്ന് ഇനിയും റെഡി ആയിട്ടില്ല, കുറച്ചും കൂടി പണിയുണ്ട്. ഇത് വേറൊരു സ്കിന്നാണ്. ഈ സ്കിന്ന് ഞാൻ റാൻഡമായിട്ട് എടുത്തതാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ കുറേ പേര് അതിൻ്റെ മുകളിൽ എത്തിയിട്ട പാർക്കോർ ചെയ്തിട്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ സാധാ അങ്ങനെ ചെയ്യുമ്പോൾ വരാറുള്ളതല്ല അതന്നെ. അങ്ങനെ പോവാറുണ്ട്. അതൊക്കെ തന്നെയാണ്. ഈ മാച്ചൊന്നും സ്റ്റാർട്ടാവാത്ത. ഈ മാച്ചൊക്കെ സ്റ്റാർട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി കയറാം. അതായിരിക്കും നല്ലത്. മാച്ച് സ്റ്റാർട്ടാണെന്നല്ലോ. എന്താ 11 XP എവിടുന്നപ്പോൾ 11 XP? പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചെറിയൊരു നോയ്സ് ഉണ്ടാവും, കാരണം ഇപ്പോൾ ഇവിടെ വേറൊരാൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു നോയ്സ് ഉണ്ടാവും. അത് മൈൻഡ് ആക്കണ്ട. ഓക്കെ, നമ്മൾ പിന്നെ അതേ മാപ്പിൽ തന്നെ കയറി. ഒരാളും കൂടി ജോയിൻ ചെയ്ത് തരണം. ഞാൻ കിറ്റായിട്ട് ഒന്നും കൂടി കയറി എടുക്കുക. അത് ശരി, ഇതെന്താണിത്? ഇതിപ്പോൾ ജോയിൻ ആവാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിത് നല്ല രീതിയിൽ ഇതാവട്ടെ, നല്ലൊരു സാധനം കിട്ടട്ടെ. അപ്പോൾ ഞാൻ ബാക്കി നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഇത് മതി. ഓക്കെ, നമുക്ക് നല്ലൊരു മാപ്പ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾക്ക് പെട്ടെന്ന് ഇതേപോലെ ഞാൻ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇടും. അതൊക്കെ തന്നെയാണ്. 2 പേരുള്ളതാണ്, 2 പേര് ഡുവോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഡുവോസും കൂടി ഇടാം. ഇത് ഫസ്റ്റ് മാച്ചാണ് സ്ക്വാഡിൽ. അടുത്തത് നമ്മൾ ഡുവോസ് കളിക്കും, പിന്നെ നമ്മൾ സോളോ കളിക്കും. അങ്ങനെയാണ്. ഓക്കെ, ഇപ്പം പോയാൽ എന്താ ഉണ്ടാവുക? ആരും ബെഡൊന്നും മൂടിയിട്ടുണ്ടാവില്ല. പിന്നെ ചെറിയൊരു ലാഗ് ഉണ്ട്, റെക്കോർഡിങ്ങിൻ്റെ ആണത്. നമ്മുടെ ബെഡ് ഞാൻ മൂടാതെ അതാ നീല വരുന്നു. ബെഡ് മൂടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നീലതാ വരുന്നു. ബെഡൊക്കെ മൂടി. അയ്യോ, ലാഗ്. ബെഡ് പോയി. അപ്പോൾ ഈ കളി തന്നെ. അപ്പം ഇനി നമുക്ക് അടുത്തത് ഡബിൾസ് കളിക്കാം. ലാസ്റ്റ് നമുക്ക് സ്ക്വാഡ് ഒന്നും കൂടിയും കളിക്കാം, കാരണം അത് ലാഗായിട്ടാണ് പോയത്. തവണ നമുക്ക് ഡബിൾസിലോട്ട് കയറാം. ലാഗ് ഉണ്ട് ചെറുതായിട്ട്, നല്ല ലാഗ് ഉണ്ട്. ഡബിൾസിൽ 17 പേരേ ഉള്ളൂ. ഞാനും കയറി നോക്കാം. 3 പേരായി. ഇതൊക്കെ ഏതാ മാച്ച്? ഞാൻ ഡബിൾസ് കളിക്കാറില്ല അങ്ങനെ. ഇതും അതേപോലെ തന്നെയാണെന്ന് തോന്നുന്നത്. പാർക്കോർ ചെയ്ത് നമുക്കൊന്ന് മുകളിലോട്ട് എത്താനായിട്ട് നോക്കാം. എന്നിട്ടും എത്തിയില്ലെങ്കിൽ എന്താണ്, ഓക്കെ, മാച്ച് ഇപ്പോൾ സ്റ്റാർട്ടാവും. അതാ 5 പേരായി. ഒരാളും കൂടി വരട്ടെ.
അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്കാവും. ചിലപ്പോൾ ഞാൻ തന്നെയാവും പറയാം. 2 പേരായി. 8 9 പേരായി. 16 പേരാണല്ലേ ഇതിനും വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഗെയിം സ്റ്റാർട്ടാവും. ഗെയിം സ്റ്റാർട്ടായി. ഹീറോ ബ്രെയിൻ 2. ഹീറോ ബ്രെയിൻ ആണോ തോന്നുന്നത്. ലാഗ് ഉണ്ട്. പെട്ടെന്നാവൂ. പെട്ടെന്ന് നമുക്ക് പോണ്ടേ. അയ്യോ, ബെഡും പോയി, എല്ലാം പോയി. ബ്ലൂ ആണെങ്കിലോ ചോദിച്ചു. അവനെ നമ്മൾ താഴെ ഇട്ടു. പക്ഷെ നമുക്കെന്ത് കാര്യം. അപ്പം ഇനി നമുക്ക് സോളോ കളിക്കാം അല്ലേ. എല്ലാം പെട്ടെന്ന് ചെയ്യുകയാണല്ലോ. അതാ പോകുന്നത്, അതാ അടുക്കുന്നത്. അപ്പം ഞാനെന്ത് ചെയ്യും? പറക്കാൻ പറ്റേക്ക്. അതോ ബെഡ് റോക്കിൻ്റെ താഴേക്ക് എടുത്ത് ഞാൻ പോയി. സോളോയിലോട്ട് കയറാൻ. സോളോയിൽ 2 പേരുടെ മതി. ഒരാളായിട്ടേ ഉള്ളൂ. 2. ഓക്കെ, 3 പേരായി. ഓക്കെ, ഇപ്പോൾ മാച്ച് സ്റ്റാർട്ടാവും. ഞാൻ പാർക്കോർ അങ്ങനെ ചെയ്യാറില്ലെങ്കിലും ഇടയ്ക്കൊന്ന് ചെയ്യണ്ടേ. എന്നാലല്ലേ നമുക്ക് സർവൈവലിൽ അല്ലെങ്കിൽ ബെഡ് വാറിലൊക്കെ നേരെ ഇതാവുള്ളൂ. ആവശ്യം വരും. പാർക്കോറും മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വൈൽഡ് വെസ്റ്റ് ഏതാ മാപ്പ്? ഇതാണ് മാപ്പ്. സൂപ്പർ. അപ്പോൾ ആൾക്കാരൊക്കെ റഷ് ചെയ്യാൻ വരും. അത് ബ്ലൂ ഒരുത്തം വരുന്നുണ്ട്. അയ്യോ, ബ്ലൂവിൻ്റെ ഇത്ര. ഓക്കെ, ഈ സമയം തന്നെ ബെഡ് മൂട. അല്ല, അവൻ്റെ അടുത്തേക്ക് പോവല്ലേ. ഗ്രീൻ ഒരുത്തൻ വരുന്നുണ്ട്. ഗ്രീൻ. അയ്യോ, അവൻ വോയിഡിലോട്ട് വീണു. ബെഡ് പോയി എടുക്കാവുന്നതായിരുന്നു. ഒരു പിക്കാക്സ് വാങ്ങിച്ചുകൊണ്ട് പോവാം നമുക്ക്. പിക്കാക്സ്. ഇനി ബാക്കി നമുക്ക് ഇത് വെച്ച് നേരെ ഗ്രീനിൻ്റെ ബെഡ് പോയി 2. ഓക്കെ, അവിടെ പൊരിഞ്ഞ ഫൈറ്റാണ്. ഓക്കെ, അവൻ ഹൈയാക്കുന്നുണ്ട്. നമുക്ക് ഹൈയാക്കാം. അവനെ തള്ളി ഞാൻ വോയിഡിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. ലാഗ്. എടാ, അത് പൊട്ടിക്കാനും പറ്റണില്ല. എന്താണിത്? അവനാണെങ്കിൽ വരുന്നുണ്ട്. ഞാനെന്താ ചെയ്യണി? എൻ്റെ അടുത്താണെങ്കിൽ ബ്ലോക്കും ഇല്ല. അതാണെങ്കിൽ പൊട്ടിക്കാനും പറ്റില്ല. അവൻ്റെ കയ്യിലാണെങ്കിൽ അയൺ ബെഡ് പോയി. ഓക്കെ, അപ്പോൾ ഇനി സ്ക്വാഡിലോട്ട് തന്നെ കയറാം. ഈ സ്ക്വാഡ് എനിക്ക് വിക്ടറി അടിക്കണം. അത് വേണം. ഈ കളിയെങ്കിലും വിക്ടറി അടിച്ചേ പറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കഷ്ടമാണ്. ഇതിലെനിക്ക് വിക്ടറി അടിച്ചേ പറ്റുള്ളൂ. Spooky. 9 പേരായി.
ലാഗാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പണി കിട്ടും. ചില സമയത്ത് നല്ല നല്ല കാര്യത്തിനും ആവും. ഇതന്നെ ഫുള്ള് ഫ്ലാഗ്. ഇതാരാണ് ഇവിടെ ചർച്ച ചെയ്യണം എങ്ങനെ നമുക്ക് മാച്ച് ജയിക്കാം. യെസ്, അതന്നെ. നമുക്ക് ചർച്ച ചെയ്യാം. എങ്ങനെ നമുക്ക് മാച്ച് ജയിക്കാം. ഫുള്ള് ഫ്ലാഗ്. സോംബി ഫൈറ്റ്. എൻ്റർപോൾ ചെയ്തിരുന്ന സംഭവം നോക്കുന്നത് 2 ലാഗാണ്. നല്ല ലാഗ് ഉണ്ട്, അത് വേറെ കാര്യം. നല്ല രസമാണ് ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് പോകാൻ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലോഗ് ലാഗ് കൂടി വന്നാൽ അതിനേക്കാളും രസം. ഗ്രീൻ്റെ അടുത്തേക്ക് എന്നതാക്കിയാലും ഇങ്ങനെ തന്നെ. ഓ നോ റെഡ് വരുന്നുണ്ടല്ലോ. റെഡ് വരുന്നുണ്ടല്ലോ. ബെഡ് പോയടേ. ഇനി ഒരു കളി കൂടി കളിക്കാം. എന്നിട്ടെന്താ, അതും ജയിക്കണം. അത് നമുക്ക് ജയിച്ചേ പറ്റുള്ളൂ. ഇത് ലാസ്റ്റ് കളി. ഇതിൽ കയറ്റിട്ടത് പ്ലാൻ. വെളിയിട്ടോ കുഴപ്പമില്ല, എന്നാലും അത് പക്ഷേ നമുക്ക് പെട്ടെന്ന് ടീമിൻ്റെ അടുത്തേക്ക് പോവാൻ അത്ര നല്ല ഇതല്ല. പിന്നെ മിഡിലാണെങ്കിൽ എത്താനും നല്ല പണിയാണ്. ഓരോരോ ഇങ്ങനെ പാർക്കൂർ രീതിയിലായിരിക്കും അതിൻ്റെ മാപ്പ് ഫുള്ളും. ഇതെന്താണിത്, ആരും ജോയിൻ ആണില്ലല്ലോ. ഒന്നുകൂടി കിറ്റായി ഗുരാഷ് അവൻ കിറ്റായി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി കിറ്റായി ജോയിൻ ആവാം. ചിലപ്പോൾ ഈ സർവറിലോട്ട് തന്നെ വരും, പറയാൻ പറ്റില്ല. ലോബി നമ്പർ 3. പ്ലേയേഴ്സ് 198. പ്ലേയേഴ്സ് കുറഞ്ഞു. ഞാൻ കയറുമ്പോൾ 271 എത്രയുണ്ടായിരുന്നു. പിന്നെ ഈ സർവറിൻ്റെ IP ഇതാ play.venitymc.com. ഞാൻ പിന്നെ ഇതിലേക്ക് തന്നെ കയറിയ. പിന്നെ ഇപ്പം നമുക്കിതിൽ ഏതാണ് നല്ലത്? മൂക്കി അറ്റ്ലാൻഡ് ഓപ്പൺ നല്ലത് ഞാൻ പറയുകയാണെങ്കിൽ അതിലെ നല്ല 12 മിനിറ്റായത്. എന്തോന്നാണ്, ഒരു മാച്ച് കൂടി കളിക്കാൻ വേണ്ടി നിൽക്കണോ, അതൊന്നും വരുന്നില്ലല്ലോ. പതിമൂന്ന് മിനിറ്റായി. അപ്പോൾ അത് ഒരു കാര്യം ചെയ്യാം, അടുത്തതിലോട്ട് കയറുമ്പോൾ റെഡിയാവും. ഇത് ഇങ്ങനെ സർവർക്ക് കിറ്റായി കയറുക അതന്നെ എൻ്റെ പണി. ലോബി നമ്പർ 3 1 വരും. 1 ഇഷ്ടംപോലെ ഇതുണ്ട്. ഞാൻ പറയണം, 1 കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും ലോബി നമ്പർ 1. ഇതിൽ 6 പേര്. ആരെയിലൊക്കെ ഒന്ന് വരൂ. ഇതല്ല മറ്റു സെർവർ. അത് ശരി, 2 ആളും കൂടി ജോയിൻ ആയി തിരിച്ച്. ഒരാളും കൂടി വന്നാൽ ഇപ്പം മാച്ച് സ്റ്റാർട്ടാവും. ആരും കിറ്റാവാതിരുന്ന ഓക്കെ. ഇപ്പം നമ്മളൊന്ന് 15. അപ്പം എല്ലാ ടീമും ഉണ്ടല്ലോ. ഒരാളും കൂടി വന്നാൽ സൂപ്പറാവും. അല്ല 2 ആളും കൂടി. എല്ലാ ടീമും ഉണ്ട് ഇപ്പോഴും. എല്ലാം അടക്കമുണ്ട്. അറ്റ്ലാൻഡ് 6. ഓക്കെ, ഇത് ലാസ്റ്റ് മാച്ചാണ്. പെട്ടെന്ന് വരുമോ? ഒരുത്തന് കളി അറിയില്ലാന്ന് തോന്നുന്നു. സ്വന്തം കഥ പൊട്ടിക്കാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ലാഗാണ് തീരെ ഇഷ്ടപ്പെടാത്തത്. പിന്നെ ഇന്നൊരു ലെസ് പ്ലേ എപ്പിസോഡ് വരുന്നതായിരിക്കും. സോ അതിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ 12 സബ്സ്ക്രൈബേഴ്സിലോട്ടേക്ക് ആയിരിക്കുന്നു.
സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. 12 സബ്സ്ക്രൈബറിലോട്ടേക്ക് ആയിട്ടുണ്ട്. ഈ ടെറാക്കോട്ട ഞാൻ അറിയാതെ വാങ്ങിച്ചതാണെങ്കിലും ബെഡും കൂടെ നല്ലതാണ്. ഒരുത്തൻ സ്റ്റോൺ കൊണ്ട് മിന്നുണ്ട്. ഞാൻ സാധാ ബെഡും കൂടെ നിൽക്കാറില്ലെങ്കിലും ഓക്കെ. ഞാൻ മിഡിലോട്ട് ബ്രിഡ്ജ് ചെയ്യാറില്ല. മിഡിലോട്ട് പോയാ ഇങ്ങനെ ഇരിക്കും. അവൻ എന്നെ പോലെയാണ് തോന്നുന്നു. നോ നോ ഓനോ ഓനോ ഹാക്ക്. ഓനോ ഓനോ ഇങ്ങനെ നേരെ നമ്മൾ ഗ്രീനിൻ്റെ സ്ഥലത്തിലോട്ടേക്ക് പോവാം. നന്നായി കളിച്ചുട്ടാ. ഞാൻ ചെറിയ രീതിയിലുള്ള ലാഗ് കളിച്ചു, എന്നാലും അത് നന്നായിട്ട് കളിച്ചു. അത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അവരിങ്ങോട്ടാണോ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വരുന്നത് വരെ. തന്നെ ബെഡാര് പൊട്ടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഒരു ലെസ്സൺ എപ്പിസോഡും കൂടി വരും. ബെഡ് വാർ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലെസ്സൺ എപ്പിസോഡുമായിട്ട് തിരിച്ചു കാണാം. ഓക്കെ,